ഭാഗ്യം സൂര്യ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. എന്താ ചെറിയമ്മേ? എടാ, ചെറിയച്ഛൻ അത്യാവശ്യമായിട്ട് ഏതോ സ്ഥലത്ത് പോകാനുണ്ട്. ഏതോ പ്രധാനപ്പെട്ട മീറ്റിംഗാ. കാറിന്റെ കോലം കണ്ടില്ലേ? നീ ഒരു കാര്യം ചെയ്, ഒന്ന് വെള്ളം ഒഴിച്ച് അതൊന്ന് വൃത്തിയാക്ക്. അമ്മേ, പരിപ്പ് തൽക്കാലം 1 കിലോ മതിയോ? അതോ 1.5 വേണോ? അതൊക്കെ നീ ഇങ്ങ തീരുമാനിച്ച പോരെ. ഒരഭിപ്രായം ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറയണം. നീ നോക്കിയേ, കടല 2 കിലോ, പയർ 1 കിലോ, പഞ്ചസാര 4 കിലോ, വെളിച്ചെണ്ണ 3 കിലോ. പരിപ്പിനി എത്ര വേണമെന്നാ ചോദിച്ചേ? എന്നാ തൽക്കാലം 1.5 എടുത്തോ. ആ, അങ്ങനെ പറ. പിന്നെന്താ, കുരുമുളക്, ഇഞ്ചി, ഏലക്ക അതൊക്കെ തൽക്കാലം ഇവിടെ ഉണ്ടോ അമ്മേ? അതിനിപ്പോ കാശ് ചെലവാക്കണ്ട, അത്യാവശ്യത്തിന് ഇവിടെ ഉണ്ടാവും. പിന്നെ പച്ചക്കറിയാ, അത് എഴുതിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെ ചെന്നിട്ട് നല്ല നോക്കി തിരഞ്ഞെടുക്കാം. 4-5 പേര് ഊണിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അച്ഛാ. നാളെ മുതൽ കുറച്ച് കൂടുതലുണ്ടാവും. എന്നോട് 2-3 പേര് ചോദിച്ചിരുന്നു. ആ, എങ്കിൽ അച്ഛനെന്താ ഓർഡർ എടുക്കാതിരുന്നേ? അത് നിന്നോട് ചോദിക്കാതെ പറ്റില്ലല്ലോ. അച്ഛാ, അങ്ങനെ നോക്കണ്ട, പെട്ടെന്ന് ഓർഡർ എടുത്തോ. നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യാം. അടുക്കളപ്പണിക്ക് വേറൊരാളെ കുറിച്ച് ചിന്തിക്കേ വേണ്ട, അത് ഞാൻ ഏറ്റു. ഓ, വലിയ കാര്യം പറയുന്ന പോലെ. അല്ലെങ്കിൽ അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ വെറും മേൽനോട്ട് മാത്രല്ലേ. ഇടയ്ക്ക് വരിക, ഉപ്പ് നോക്കുക, ശരിയായില്ല എന്ന് അമ്മയെ കുറ്റം പറയാ. അത്രയ്ക്കേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കേട്ടല്ലോ ഏട്ടാ, ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, പിന്നെ അടുക്കളയിൽ കയറിയ എന്താ സ്ഥിതി? എന്നെ കൊണ്ട് ഒരു സാധനം തൊടിക്കില്ല, എല്ലാം ഇവർക്ക് തന്നെ ചെയ്യണം. അമ്മേ, അടുക്കളയ്ക്കൊരു താളമുണ്ട്, അത് പഠിപ്പിക്കേണ്ട സമയത്ത് അമ്മ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാ എവിടെ പോയാലും പാചകത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയില്ലാതെ അമ്മയുടെ മോളിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. മനസ്സിലായോ? അല്ല മോളെ, ഈ പാട്ട് പഠിപ്പിക്കലും ഭക്ഷണം ഉണ്ടാക്കലുമായിട്ട് ജോലി ഒരുപാടില്ലേ? ആദ്യം കുറച്ച് ദിവസമൊക്കെ രസമായിരിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ? അത് കഴിഞ്ഞാൽ ആർക്കാ ബുദ്ധിമുട്ടാവുന്നേ? കയ്യിൽ കാശുള്ളവർക്ക്, ജീവിക്കാൻ നല്ല അവസ്ഥയുള്ളവർക്ക്. നമുക്ക് പിന്നെ ഈ രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഇത് പ്രശ്നമാവുകയില്ല. അച്ഛൻ പേടിക്കണ്ട. എല്ലാം ഉള്ള കാലത്ത് വരുണിനെ നോക്കിയിരുന്നു, രാജകുമാരിയെ പോലെ. അപ്പോ വരുണിന്റെ കയ്യിലൊന്നുമില്ലാത്ത കാലത്ത് നമ്മൾ വരുണിനെ രാജകുമാരനെ പോലെ നോക്കണം. അങ്ങനെയല്ലേ കടം വീട്ടേണ്ടത്? അത് വേണ്ടത് തന്നെയാ. അത്രേ ഉള്ളൂ. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ. എന്നിട്ട് പിന്നെ എല്ലാം ഓക്കെ ആവുമ്പോ ഇതൊരു ചക്രം പോലെ ഉരുണ്ട് അങ്ങനെ അങ്ങ് പൊയ്ക്കോളൂ. എന്നിട്ട് ആ ചക്രത്തിന്റെ മേലിരുന്ന് അച്ഛന്റെ മോൾ അടിവെച്ച് ഒരു പോക്കുണ്ട് മുകളിലോട്ട്. എന്റെ ദൈവമേ, ഈ മനക്കോട്ട കാണുമ്പോഴാ പേടിയാവുന്നത്. എന്റെ അമ്മേ, ഇതിനെ അല്ല മനക്കോട്ടെന്ന് പറയുന്നത്, വായിക്കൊള്ളാത്ത ആഗ്രഹങ്ങളൊക്കെ പറയുന്നതിനെയാ, അല്ലേ അച്ഛാ? ഇതിനെ അമ്മ മനക്കോട്ടെന്നല്ല, മനക്കുടിൽ എന്നൊക്കെ പറഞ്ഞ് ഒതുക്കിയ നന്നായിരുന്നു. അത് കൊള്ളാം മോളെ, മനക്കുടിൽ. ഇതുവരെ വരാത്തൊരു സംഭവ. അല്ല, എപ്പോഴാ കടയിൽ പോകുന്നത്? വരുണും കൂടി വരട്ടെ അച്ഛാ, എന്നിട്ട് പോ. വരുണ്ണെ കൂട്ടി കടയിൽ പോവാനോ? അയ്യോ, മരുമോനെ ഞാൻ പുറത്തിറക്കുന്നില്ല. ഞാൻ എന്റെ പാവപ്പെട്ട അച്ഛനുമായിട്ട് പോയിക്കോളാം, പോരെ? എന്താ ചെറിയമ്മ? കൽപ്പനെ, ചന്ദ്രേട്ടൻ എന്നൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ വണ്ടിയാണെങ്കിൽ ആകെ പൊടി പിടിച്ചു കിടക്കുക. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നാ ഇന്നലെ ഇതൊന്ന് സർവീസിന് കൊടുക്കാറുന്നില്ലേ? ഇന്നലെ രാത്രിയല്ലേ ചന്ദ്രേട്ടൻ വന്നത്. ആ നേരത്തെ ആരെ വിളിച്ചു കൊടുക്കാനാ? എന്റെ ദൈവമേ, ഈ കോലത്തിൽ പോയാൽ ആകെ നാണക്കേടാവൂല്ലോ. ആ, നീ വാ.
ഭാഗ്യം സൂര്യ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. എന്താ ചെറിയമ്മേ? എടാ, ചെറിയച്ഛൻ അത്യാവശ്യമായിട്ട് ഏതോ സ്ഥലത്ത് പോകാനുണ്ട്. ഏതോ പ്രധാനപ്പെട്ട മീറ്റിംഗാ. കാറിന്റെ കോലം കണ്ടില്ലേ? നീ ഒരു കാര്യം ചെയ്, ഒന്ന് വെള്ളം ഒഴിച്ച് അതൊന്ന് വൃത്തിയാക്ക്. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുവല്ലോ ഉണ്ടോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ചെറിയച്ഛന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത് സന്തോഷമല്ലേ? അല്ലേ സൂര്യ? ഉം. നിനക്ക് പറ്റില്ലെങ്കിൽ പറയണം കേട്ടോ. ഞാനിത് ചന്ദ്രേട്ടനോടൊന്നും പറയാൻ പോകുന്നില്ല. ചെറിയമ്മ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെ പേടിച്ചിട്ടൊന്നുമല്ല. ഒരു കാറ് കഴുകുന്നത് അത്ര വലിയ കുറച്ചിലായിട്ട് തോന്നിയില്ല. ആ, അതെ ചെറിയമ്മേ, അത് തന്നെയാ സൂര്യയുടെ ആഹാ. ക്വാളിറ്റി. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ വേഗം ചെയ്യടാ. ചന്ദ്രേട്ടൻ ഇപ്പൊ വരും. ഉം. ഉം. അതെ, വെറുതെ വെള്ളം അതിന്റെ മേലെ ഒഴിച്ചാ പോരാ. അതൊക്കെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി കഴിയേ. ഉം. ഇതൊക്കെ കരുതി കൂട്ടി പറയുന്നതെന്ന് എനിക്കറിയാൻ ചെറിയമ്മേ. എന്റെ അമ്മ പറഞ്ഞ കാര്യം എന്റെ മനസ്സിലുണ്ട്. അച്ഛനെ നിങ്ങൾ ഇറക്കി വിടാതിരിക്കാൻ തൽക്കാലം എനിക്കിതനുസരിച്ചേ പറ്റൂ. ചെറിയമ്മേ, ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊന്നും അല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അത് ചെയ്യിക്കാനും എനിക്കറിയാം. ഹോ, എന്റെ ദൈവമേ, ചന്ദ്രേട്ടൻ ഇപ്പൊ ഇറങ്ങൂല്ലോ. അപ്പോഴേക്കത് ചെയ്തു തീരണം. കൽപ്പനെ, നീയും കൂടി ഒന്ന് അങ്ങോട്ട് ചെന്നേ. ചെറിയമ്മ എന്താ പറയുന്നേ? ഞാൻ കാറ് കഴുകാനോ? ഒരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ടല്ലേ. നീ അവിടെ ചെന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. ഒന്ന് തൊട്ടും പിടിച്ച് നിന്നാ മതി. അതിന്റെ ഗുണം ആർക്കാ? നിനക്ക് തന്നെ. കാറ് കഴുകുന്നോണ്ട് എനിക്കെന്താ ഗുണം? എന്റെ കൽപ്പനെ, ചെറിയച്ഛൻ പുറത്തേക്ക് വരുമ്പോ ചെറിയച്ഛന്റെ യാത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നീയാണെന്ന് കണ്ട ചെറിയച്ഛന് നിന്നോടുള്ള സ്നേഹം ഇരട്ടിക്കില്ലേ? അപ്പൊ പിന്നെ കണിമംഗലത്തെ എല്ലാ കാര്യങ്ങൾക്കും ചെറിയച്ഛൻ മറ്റാരെ അവഗണിച്ചാലും നിന്നെ കൂടെ കൂട്ടില്ലേ? അതുകൊണ്ടല്ലേ ചെറിയമ്മ പറയുന്നത്. ചന്ദ്രേട്ടന്റെ മനസ്സില് ഒരു സീറ്റ് വലിച്ചിട്ട് നീ അങ്ങ് കേറിയിരുന്നു. ആ, ചന്ദ്രേട്ടനോടെ ആരൊക്കെയാ കുടുംബമെന്ന് ചോദിച്ചാ എന്നെയും നിന്നെയും ഗൗതമിനെയും ചേർത്തേ പറയാൻ പാടുള്ളൂ. നീ അങ്ങോട്ട് ചെല്ല്. അത് ശരി. ചെറിയമ്മയുടെ ഉദ്ദേശം അതായിരുന്നല്ലേ? എന്നാലേ ഞാൻ ഇപ്പൊ ചെയ്യാം.